സന്തോഷത്തിൻ്റെ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അങ്ങയെ അറിയിച്ചു എന്ന് ധ്യാനിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും ഈശോമിശിഹായെ സംഗ്രഹിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമേ. ഈ ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ദൈവഹിതവും അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതികരണങ്ങളുമാണ് നാം പ്രത്യേകമായി ധ്യാനിക്കുക. ദൈവഹിതം അപ്രതീക്ഷിത സമയങ്ങളിലും അപ്രതീക്ഷിത വഴികളിലും നമ്മെ തേടിയെത്തുമ്പോൾ എളിമയോടും ശാന്തതയോടും കൂടി അത് ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പരിശുദ്ധ അമ്മ ഭയവും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടും വിനയത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ദൈവഹിതം സ്വീകരിക്കുന്നു. ദൈവിക പദ്ധതികൾ നമ്മുടേതിനേക്കാൾ ഉയർന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ മഹത്വമെന്ന് പരിശുദ്ധ അമ്മയുടെ വിനയം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവിക വഴികളെ തികഞ്ഞ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ധൈര്യം പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നു. മാനുഷിക ചിന്തകൾക്ക് എല്ലാം വ്യക്തമല്ലെങ്കിലും ദൈവമാണ് നയിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തോടെ ദൈവകരം പിടിച്ചു ജീവിക്കുവാൻ വിശ്വാസം നമ്മെ ബലപ്പെടുത്തുന്നു എന്ന് ഈ ദിവ്യരഹസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സാധാരണക്കാരെ അസാധാരണമായവയ്ക്കായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് രക്ഷകൻ്റെ അമ്മ നമുക്ക് ഉറപ്പ് നൽകുന്നു. പരിശുദ്ധ അമ്മയുടെ ആമേൻ മനുഷ്യചരിത്രത്തിൻ്റെ ഗതി മാറ്റിമറിച്ചുവെങ്കിൽ ദൈവഹിതത്തോട് ഓരോ നിമിഷവും നാം ആമേൻ പറയുമ്പോൾ ദൗത്യം എത്ര ചെറുതാണെങ്കിലും ദൈവിക പദ്ധതിക്കായാണ് ആമേൻ പറയുന്നത് എന്ന് തിരിച്ചറിയണം. നമ്മുടെ അനുസരണത്തിന് എണ്ണമറ്റ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കഴിയും എന്നതിന് പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണം മാതൃകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി അങ്ങയുടെ ഇഷ്ടം സ്വീകരിക്കുവാനുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ വിനയം ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് അവസരത്തിലും ദൈവിക ശബ്ദം കേൾക്കുവാൻ വിശ്വാസത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അനുസരണത്തിലൂടെ ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക വഴികളിൽ ആമേൻ പറയുന്നതിലൂടെ ദൈവസ്നേഹം ഞങ്ങളിലൂടെയും ലോകത്തിൽ പ്രകാശിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടരിങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിരു പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. അമ്മേ, നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്നു ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ, നിനക്കായി ഞാൻ